പൂരിക്കും ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവിയാണ് തയ്യാറാക്കുന്നത്. ഈ ഗ്രേവി തയ്യാറാക്കാനായിട്ട് 2 സവാള ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. 3 ചെറിയ ക്യാപ്സിക്കം നീളത്തിന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 പാക്കറ്റ് മഷ്റൂം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6-7 വെളുത്തുള്ളി അലിയാണ്, അത് ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് ഉണ്ട്. 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. വെളുത്തുള്ളി മൂത്ത് പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പാടി വന്നാൽ മതി. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വളരെ വേഗം ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി, നമുക്ക് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു. ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. ചെറിയ സ്പൂണിന് 3/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ചെറിയ ജീരകം പൊടിച്ചത് 1 സ്പൂൺ ഇട്ടു. ഇനി ഈ മസാലകളെല്ലാമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഈ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. മഷ്റൂമിൽ നല്ല വെള്ളമുണ്ട്, അതിൻ്റെ വെള്ളത്തിൽ ഇതൊന്ന് വെന്ത് കിട്ടും. ചെറിയ തീയിൽ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് 10-12 കാഷ്യൂനട്ട് ഉണ്ട്. അത് വേകുന്ന സമയം കൊണ്ട് ഈ കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കാഷ്യൂനട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഈ മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇത് കുക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ക്യാപ്സിക്കത്തിൻ്റെ വെള്ളവും മഷ്റൂമിൻ്റെ വെള്ളവും കൂടെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ എത്രമാത്രം ടേസ്റ്റുള്ള ഒരു ഗ്രേവി ആയിരിക്കുമെന്ന്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ക്യാപ്സിക്കം നന്നായിട്ട് ആവി വന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് വേവേണ്ട കാര്യമില്ല. ഇത് വെന്ത് പോകരുത്, ചെറിയ ഒരു ക്രിസ്പ് ഇതിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ ഈ കറി കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കാം. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന കാഷ്യൂനട്ട് ഒഴിച്ചു കൊടുക്കുക. കാഷ്യൂനട്ട് പൊടിച്ചിട്ട് അല്പം വെള്ളത്തിൽ കലക്കി എടുത്തതാണ്. ഈ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഒഴിക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ഒരു തിക്നെസ് കിട്ടുന്നത്. ഇത് നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല, വളരെ മസാല കുറച്ചുള്ള ഒരു ഗ്രേവിയാണിത്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഈ ക്യാപ്സിക്കം ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ ഉടച്ച് വെച്ച തൈരുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഈ ഇത്രയും ചൂടോടുകൂടി അത് ഒഴിക്കാൻ പാടില്ല. ഇത്രയും ചൂടോട് നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്താൽ തൈര് പിരിഞ്ഞു പോകും, പിന്നെ കറി നമുക്ക് കഴിക്കാൻ കൊള്ളാതെയായി പോകും. അതുകൊണ്ടാണ് ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് വിട്ട് കഴിയുമ്പോൾ നമ്മൾ തൈര് ഒഴിക്കുന്നത്. ഇപ്പോൾ ക്യാപ്സിക്കം ഒന്നും അധികം വെന്ത് പോയിട്ടില്ല, എന്നാൽ എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കുറച്ച് വിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഗ്രേവിയായി. തൈരും കൂടി ഒഴിച്ചപ്പോഴേക്കും ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തൈരും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ
ഇത് പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളയ്ക്കേ ചെയ്യരുത്. ഇപ്പോൾ ഇതിന് ആവി വന്നിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എത്ര രുചികരമായ ഒരു ഗ്രേവിയാണ് നമുക്ക് തയ്യാറായിരിക്കുന്നതെന്ന്. നല്ല കുശാലായിട്ട് നമുക്ക് കഴിക്കാം. എൻ്റെ പൊന്നോ, എന്താ ഇതിൻ്റെ കളറും ഇതിൻ്റെ ഗ്രേവിയും ഇതിൻ്റെ ടേസ്റ്റും. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ഗ്രേവിയാണ്. നിങ്ങൾ ഇതുപോലെ ഒരു തവണ ഒന്ന് ശരിയാക്കി നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കും. അത്രത്തോളം ടേസ്റ്റാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പ്ലീസ് മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.